മാതാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ നായകനായ തുടരുവ എന്ന സിനിമയാണെങ്കിൽ 100 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ടാണ് ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിയത്. അപ്പോൾ ലാലേട്ടൻ്റെ 4ാമത്തെ 100 കോടിയാണ് ഈ സിനിമ. സത്യം പറഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത പോലെ വലിയ ഒരു സിനിമ നമ്മൾ 100 കോടി കയറുന്നതിൻ്റെ റിലീസിന് മുമ്പ്, കാരണം വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഫാമിലി പടം എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ തിയേറ്ററിൽ കയറിയ ഓഡിയൻസ് ഫാൻസായിട്ട് ഞെട്ടിയ ഒരവസ്ഥയാണ് ഉണ്ടായത്. അമ്മാതിരി റേഞ്ചിലുള്ള ഒരു ഐറ്റം ആയിരുന്നു ലാലേട്ടൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലും ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ഈ ഒരു പടത്തിൽ. തരുൺ മൂർത്തിയുടെ ഡയറക്ഷനൊക്കെ ആണെങ്കിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു പടമാണ്. എന്തായാലും ഈ സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സിലാണെങ്കിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് ഇതിൻ്റെ ഒരു പോസ്റ്റർ വന്നത്. എന്തായാലും ഒരു കിടില സംഭവത്തിനാണ് നടന്നിരിക്കുന്നത്. എനിക്കൊന്നും ഇതിൻ്റെ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റുള്ള ഫിലിമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു 100 കോടി എന്ന് പറയുന്ന നേട്ടം ഈ സിനിമയ്ക്ക് ഉണ്ടായി കൊടുത്ത ലാഭം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പിന്നെ ഈ സിനിമയിലെ ഒരു സോങ് എല്ലാവരും കാത്തിരുന്ന ആ ഒരു പ്രൊമോ സോങ് ആണെങ്കിൽ ഇന്ന് 6 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സോങ് റിയാക്ട് ചെയ്യുന്നതാണ്. കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇതാണ് കമ്പാക്ക്. നമ്മൾ എമ്പുരാനിക്കൂടെ ലാലേട്ടൻ തിരിച്ചു വന്നു. ഇത് പ്രോപ്പർ കറക്റ്റ് കമ്പാക്കാണ്. കാരണം സിനിമയും ഫുൾ പോസ്റ്റ് റിപ്പോർട്ട് വന്ന് ഒരു കിടിലൻ കമ്പാക്ക് കൊടുത്തിരിക്കുകയാണ് മലയാളത്തിൻ്റെ താരരാജാവായ ലാലേട്ടൻ. എന്തായാലും ഇനി ഈ സിനിമ ഇനിയും കുറേ നാളുകൾ ഇതുപോലെ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ നിറഞ്ഞ സദസ്സിൽ ഓടുക തന്നെ ചെയ്യും. പിന്നെ കുറേ സിനിമകൾ ഇനി കോമ്പറ്റീഷൻ വന്നെന്ന് പറഞ്ഞാലും രാജാവിൻ്റെ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ആരാന്ന് പറഞ്ഞാലും ഒന്ന് വഴിമാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു പ്രൈഡായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. ആരും ഈ സിനിമ കണ്ടിട്ട് ഇതുവരായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. അമ്മാതിരി കിടിലൻ പടമാണ്. എല്ലാവരും അഭിനയിച്ചവരെല്ലാവരും നല്ല രീതിക്ക് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിക്ക് തന്നെ വന്നൊരു പടമാണ്. ലാലേട്ടൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ ആണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിക്കാണ് മോഹൻലാലിൻ്റെ എന്നുള്ളൊരു ടൈറ്റിൽ കാർഡൊക്കെ ഇതിൽ എഴുതി കാണിക്കുന്നത്. എന്തായാലും ഈ സിനിമ ഒരു പെർഫെക്റ്റ് ഒരു കിടിലൻ പടം തന്നെയാണ്. എല്ലാവരും ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു കിടിലൻ പടമാണ്. എന്തായാലും ഈ സിനിമ ഇപ്പോൾ 100 കോടി കയറിയിരിക്കുകയാണ്. 100 കോടിയല്ല, 150 കോടിയല്ല. ഇതിന് മുകളിൽ ഇനി കളക്ഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ചില പെമ്പുരാൻ്റെ വരെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇനി ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.